അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ പിന്നെ പരിപാടി? ശരി, എന്താ മേരെ എന്താ കൂർക്കാൻ പോണ് ചൂണ്ടലുമേ? മൈദും പല്ലറ്റും മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അല്ലേ? പല ആളുകളും പല തീറ്റകളാണ്. പല തെറ്റിലൊരു പല്ലറ്റ് മൈദ അല്ലെങ്കിൽ മണ്ണപ്പൊടി അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലർ ബ്രെഡ് ബിസ്ക്കറ്റ്. നന്നായിട്ട് കാറ്റുണ്ട്. കാറ്റുണ്ടാകുമ്പോ മീന് കാറ്റുണ്ടാകുമ്പോൾ മീന് അടിക്കാൻ ചാൻസ് ഇല്ല. നല്ല ഒഴുക്കിട്ടോട് അപ്പുറത്ത് നല്ലൊരു കൊള്ളുണ്ട്. കുറച്ച് തണൽ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ പുള്ളി ഏതെങ്കിലും പുള്ളിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ ഹലോ ഇത്തമ്മേന്ന് വിളിച്ചു കഴിഞ്ഞാല് അവന് മൈൻഡ് ഇല്ല. കാരണം അവൻ മീനിന്റെ ഒരു കോൺഫിഡൻസ് മീനിന്റെ ഓളത്തിനനുസരിച്ച് പിടിക്കണമെന്ന് തോന്നുന്നത്. ചിലപ്പോ അത് കഴിഞ്ഞ് മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ മീനെ ചാടി പിടിക്കും. അങ്ങനെ വേണ്ടല്ലേ? പുഴയ്ക്ക് നേരത്തെ ചാടും. കേറിയോ? പറയണെങ്കിലേ നമ്മള് നെറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് അടിപൊളി. ചെറിയ പറഞ്ഞല്ലേ? കുഴപ്പമില്ല. ഇത് വെച്ചാല് ഇത് മാത്രം കൂട്ടുന്ന ആളാണ് ഇൻട്രസ്റ്റ്. അതായത് നല്ല റേഷൻ പീഠത്തെ കുഴഞ്ഞാരി, പിന്നെ 2-3 തക്കാളി, ചെറിയ 2-3 പച്ചമുളക് കീറിയിട്ടിടുക. അതിന് ഞങ്ങളിവിടെ പുളിവെള്ളം എന്ന് പറയും. അത് കൂട്ടി കാലത്ത് രാത്രി കറി വെച്ചിട്ട് കാലത്ത് നല്ല നൈസ് കനല്ലാത്ത അപ്പത്തേക്ക് ഇത് കൂട്ടി കഴിച്ചാണ്ടല്ലോ. ഈ മീൻ അതിലേക്ക് ഇടാൻ പോകും. ഒന്ന് മീന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനും മിസ്റ്റർ റഷീദും പാടെ എടുത്ത് വള്ളത്തിൽ എടുത്ത് ചാടി പിടിക്കോ? അല്ല ചാടി പിടിക്കും. അല്ല നിങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് പറഞ്ഞു. മീൻ അത് വെച്ച് ചൂണ്ടലോ കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാടിയിട്ട് കൊടുത്തോണ്ട് എത്ര അത് കാണാൻ പറ്റുമോ? അത് കുറച്ചുകൂടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടാമ്പിയോ മല്ലരോ പോയിട്ട് ഒരു 100 രൂപയ്ക്ക് മീൻ മേടിക്കണ്ട. അങ്ങനെ മറ്റേ നാട് ഇന്നിപ്പോ ഏത് മീനുകളും ഭയങ്കര വിഷമാണ്. അത് ശരിയാണ്. അല്ലാതെ മരുന്നടിച്ചിട്ടോ പല കെമിക്കൽ ഉപയോഗിച്ചിട്ടോ വരുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് ഇതിന്റെ ഇന്നിപ്പോ എല്ലാ മീനുകളും വിഷമാണ്. അതായത് എന്ത് കൂട്ടിയാലും വിഷമാണ്. അപ്പൊ ഇത് നാടനാണ്, നമ്മളെ പുഴമീൻ എന്ന് പറയുന്നത്. ഇതാകുമ്പോ ആരോഗ്യത്തിന് കുറച്ച് സ്ട്രോങ് ഉണ്ട്. അതങ്ങനെ തന്നെയാണ്.